യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കും എന്ന വിവരത്തിൽ മാറ്റമില്ലെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിൽ നിന്നും കാന്തപുരം പിന്മാറിയെന്ന് പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണ്. കാന്തപുരം പിന്മാറിയെന്നും എക്സ്പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെന്നും ചില മാധ്യമങ്ങൾ ഇന്ന് രാവിലെ വാർത്ത നൽകി. വാർത്താ ഏജൻസിയായ ANI ആണ് അവർ നൽകിയ വാർത്തയാണ് പിൻവലിച്ചത്. കാന്തപുരം ഇത് ട്വീറ്റ് ചെയ്തിരുന്നു. ANIയുടെ ട്വീറ്റ് കാണാതായതോടെയാണ് കാന്തപുരം വാർത്തയിൽ നിന്നും പിന്മാറിയെന്ന മട്ടിൽ പ്രചരണം നടന്നത്. വധശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് 2-3 ദിവസങ്ങൾക്കകം ഇറങ്ങാനാണ് സാധ്യതയെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. അനിൽക്ക സെയ്ദ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനിൽക്ക, ഇപ്പോൾ നടക്കുന്നത് ദിയാദനവും ജയിൽ മോചനവും സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. അങ്ങനെയുള്ള ചർച്ചകളെയൊക്കെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അനൽക്കയാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് ആദ്യം തന്നെ എത്തിച്ചത്. ഇപ്പോൾ നടക്കുന്ന ചർച്ചകളൊക്കെ ഏത് വിധേനയാണ്? ഈ വാർത്തകളെല്ലാം സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെ കാന്തപുരത്തിന്റെ ഓഫീസ് പറഞ്ഞ കാര്യങ്ങൾ അതെന്തെല്ലാമാണ്? സംഗീത, ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയ വാർത്ത കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ വാർത്ത നമ്മളാണ് നൽകിയത്. ഇത് ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വാർത്ത കൊടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണം ഈ ഹൈക്കോടതിയിലെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെയൊക്കെ 2-3 ദിവസങ്ങളായൊക്കെ തന്നെ യമൻ കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയുടെ ഭാഗമായി യമനിലെ സൂഫി പണ്ഡിതനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി നടത്തിയ ചർച്ചയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂലമായിട്ടുള്ള നിലപാട് കുടുംബത്തിന്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ദിയാദനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷ റദ്ദാക്കാമെന്ന അല്ലെങ്കിൽ അങ്ങനൊരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ സൂഫി പണ്ഡിതൻ ഉൾപ്പെടെ ഉള്ളവർ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആൾക്കാർ ഈ യമനിലെ ഗോത്രത്തലവന്മാരും അതോടൊപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബങ്ങളൊക്കെ തന്നെ ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ തന്നെ ഈ വാർത്ത വരികയും ചെയ്തിട്ടുണ്ട്. 2-3 ദിവസത്തിനകം വധശിക്ഷ റദ്ദാക്കിയ ഉത്തരവ് എത്തുമെന്നാണ് ഈ കാന്തപുരത്തിന്റെ ഓഫീസ് നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അല്ല, ഇതുമായി ബന്ധപ്പെട്ട് വധശിക്ഷ ഒഴിവാക്കിയെന്ന് പറഞ്ഞ് കാന്തപുരം പിന്മാറിയെന്നും അങ്ങനെ ചില വാർത്തകളുണ്ടായിരുന്നാൽ അത് കാന്തപുരത്തിന്റെ ഓഫീസ് നിഷേധിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാർത്ത വന്ന സമയത്ത് ANI ഉൾപ്പെടെ ഈ വാർത്ത നൽകിയിരുന്നു. ആ വാർത്തയാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഈ കാന്തപുരത്തിന്റെ ഇടപെടലുകൾ തള്ളി രംഗത്തുനിന്നതോടുകൂടിയിട്ട് ANI ഉൾപ്പെടെ ഈ വാർത്ത